ഞാൻ ഒരു കൂണ് കൃഷിയെ പറ്റിയാണ് ഒന്ന് വിവരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വൈക്കോൽ വാങ്ങി നിറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കണം. 12 മണിക്കൂർ നല്ലവണ്ണം കുതിർന്നിരിക്കണം. അതിന് വേണ്ടി ഇതിൻ്റെ പുറത്ത് നല്ല വെയിറ്റുള്ള സാധനം എടുത്ത് വയ്ക്കണം. ഇങ്ങനെ 12 മണിക്കൂർ ഇരിക്കണം. അതിന് ശേഷമേ നമുക്ക് അടുത്ത പ്രോസസ്സിങ് തുടങ്ങാവൂ. 12 മണിക്കൂർ കുതിർത്ത വൈക്കോലാണ് ഞാൻ ഇവിടെ റെഡിയാക്കി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി വൈക്കോൽ നമ്മളെടുത്ത് നല്ലവണ്ണം മുറുക്കണം. ഒരു ചെറിയ നനവുണ്ടായിരിക്കണം ഈ വൈക്കോലിൽ. തീരെ വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാകാതിരിക്കാൻ പാടില്ല. ചെറിയൊരു ഈർപ്പം ഉണ്ടാകണം. ആ വൈക്കോലായിരിക്കണം ഇതിൽ ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ വിത്താണ്. ഈ ഒരു കവർ വിത്ത് നമുക്ക് 2 ബെഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. എടുക്കുന്ന ഓരോ സാധനവും ഡെറ്റോൾ കലക്കിയ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. പിന്നെ അണുവിമുക്തമാക്കണം. എന്തെടുക്കുമ്പോഴും നമ്മൾ കൈ നല്ലവണ്ണം ഡെറ്റോളിൽ കഴുകിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമുക്കിതിനെ പൊടിച്ചിടാം. ഇത് നെല്ല് ഉണ്ടാക്കിയ വിത്താണിത്. ഇത് ഞാൻ വിത്ത് വാങ്ങിയതാണ്. മിത്രാനികേതനിൽ നിന്ന് വാങ്ങിയ വിത്താണ്. ഇതുപോലെ നല്ലവണ്ണം പൊടിച്ച് അതിന് ശേഷം ഇത് 2 ബെഡിൽ ഇത് ഉപയോഗിക്കാം. നല്ല കട്ടയില്ലാതെ നല്ലവണ്ണം ഒന്നിട്ടൊന്ന് തൊടാതെ ഇങ്ങനെ നല്ലവണ്ണം അടർത്തിയെടുക്കണം. എന്നിട്ട് നമുക്കിതിനെ 2 ഭാഗം വയ്ക്കാം. ഓരോ ബെഡിനും ഓരോ. അപ്പോൾ അധികം ഒന്നിൽ കൂടുതലും ഒന്നും കുറവുമാവില്ല. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു കവർ എടുക്കുക. പോളിത്തീൻ കവർ 15 അടി വീതിയും 20 ഇഞ്ച് നീളവും 15 ഇഞ്ച് വീതിയുമുള്ള കവറാണ് ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് 2 സൈഡും ഓപ്പൺ ആയിട്ടുള്ള കവറാണ്. അതുകൊണ്ട് ഇതിനെ പിറകുവശം ഒരു ഭാഗം ഇതേപോലെ നല്ലവണ്ണം ചുരുട്ടി റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കണം. നല്ല ടൈറ്റായിരിക്കണം. എന്നിട്ട് നമ്മൾ കവർ നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ഈ വൈക്കോലെടുത്ത് നമ്മൾ ചുമ്മാടുണ്ടാക്കുന്നത് പോലെ ചുരുട്ടണം. ഇതേപോലെ ചുരുട്ടി എടുക്കണം. ഇതിൻ്റെ കവറിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിലായിരിക്കണം ചുമ്മാട് തയ്യാറാക്കേണ്ടത്. കുറച്ചുകൂടെ വീതി കൂട്ടാം. ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് ഈ കവറിലേക്ക് ഇതിനെ നിക്ഷേപിക്കാം. ഓരോ ബെഡ് ഉണ്ടാക്കുമ്പോൾ നല്ലവണ്ണം അമർത്തണം. ഇത് എയർ ഉണ്ടാകാൻ പാടില്ല. നല്ലവണ്ണം അമർത്തിയതിന് ശേഷം ഒരു പിടി ഇതേപോലെ ഒരു പിടി എടുക്കുക. എടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കണം. മാക്സിമം സൈഡിലേക്ക് കൂടി വരണം. നാല് ചുറ്റും വിത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഇതേപോലെ ബെഡ് ഉണ്ടാക്കണം. ഇതേപോലെ നല്ലതുപോലെ ചുരുട്ടിയിടണം. ആദ്യം നമ്മൾ എങ്ങനെയാണോ ഉണ്ടാക്കിയത് അതുപോലെ ആയിരിക്കണം.
ഈ വൈക്കോല് 12 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഞാൻ 3/4 മണിക്കൂർ ആവി കയറ്റിയ വൈക്കോലാണ്. എങ്കിൽ മാത്രമേ ഇതിൻ്റെ എന്തെങ്കിലും കീടാണുക്കളൊക്കെ ഉണ്ടെങ്കിൽ മാറുള്ളൂ. അണുയുക്തമായ വൈക്കോലാണ്. ഇതേപോലെ വീണ്ടും ഉണ്ടാക്കിയതിന് ശേഷം വീണ്ടും ഇതിലേക്ക് നിക്ഷേപിക്കണം. ഓരോ ബെഡും വയ്ക്കുമ്പോൾ നല്ലവണ്ണം അമർത്തി കൊടുക്കണം. മാക്സിമം എത്രത്തോളം അമർത്താൻ പറ്റുമോ അത്രയും നല്ലവണ്ണം കൈ അകത്ത് വെച്ച് നല്ലവണ്ണം അമർത്തി കൊടുക്കണം. വീണ്ടും അതിലേക്ക് ഒരു പിടി വിത്തെടുത്ത് ഇതേപോലെ ആദ്യം ഇട്ടതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കണം. വീണ്ടും ഇതേപോലെ വൈക്കോല് ചേർക്കണം. ഏറ്റവും നല്ല പുതിയ വൈക്കോല് നോക്കി വാങ്ങുമ്പോൾ വൈക്കോല് നല്ല പുതിയ വൈക്കോലായിട്ട് വേണം വാങ്ങുന്നത്. ഒരുപാട് പഴക്കം ചെന്ന വൈക്കോല് ആകാൻ പാടില്ല. വീണ്ടും ഇതിലേക്ക് വയ്ക്കണം. നല്ലവണ്ണം അമർത്തി കൊടുക്കണം. ഏറെ നിൽക്കാൻ പാടില്ല. നല്ല ടൈറ്റായിട്ട് വീണ്ടും ഇതിലേക്ക് ഒരു പിടി വിത്ത് എടുത്ത് ചെയ്തതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് ഒരു ബെഡ് കൂടെ അതിൽ വയ്ക്കാം. ഈ വലിയ കവറായതുകൊണ്ട് 4 ബെഡ് വയ്ക്കാം. ഈ വൈക്കോൽ ഉണക്കാനിടുന്ന തുണിയെല്ലാം തണലിൽ വേണം ഉണക്കാൻ. നല്ല തണുത്തമാക്കി ഡെറ്റോളിൽ മുക്കിയ തുണിയിലായിരിക്കണം വൈക്കോൽ ഉണക്കാനിടേണ്ടത്. വെള്ളത്തിൽ ഇടാൻ പാടില്ല. ഇനി ഈ ബെഡ് ഇതിലേക്ക് ഇത് നല്ലോണം അമർത്തി കൊടുക്കും. വീണ്ടും ഇത് ഒരു പിടി വിത്ത് ഇതിൻ്റെ മുകളിലേക്ക് കൊടുക്കണം. നമ്മുടെ പകുതി ബാക്കി വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലും കൂടെ ഇട്ട് കൊടുത്തേക്കാം. എന്നിട്ട് നല്ലവണ്ണം അമർത്തിയതിന് ശേഷം ഇതിൻ്റെ സൈഡെല്ലാം കൂടി പിടിച്ച് അമർത്തി കൊടുക്കുക. നല്ലവണ്ണം അമർത്താം. ഇതിന് ശേഷം നല്ലതുപോലെ ഒരു ചരട്, ഇതും ഡെറ്റോളിൽ കഴുകി വെച്ചേക്കുന്ന ചരടാണ്. ഇത് വെച്ച് നല്ല എയർ കംപ്ലീറ്റും പോയതിന് ശേഷം നല്ല ടൈറ്റായി കെട്ടിക്കൊടുക്കണം. ഇനി ചെയ്യേണ്ടത് ഇതിൽ ഒരു സൂചി എടുത്ത് അതും ഡെറ്റോൾ വെള്ളത്തിലൊന്ന് കഴുകിയതിന് ശേഷം ഇതിൽ ഒരു 50 ഹോളെങ്കിലും ഇട്ട് കൊടുക്കണം. ഇതിന് വായുസഞ്ചാരം കിട്ടാൻ വേണ്ടിയാണ്. അതിന് എണ്ണമൊന്നുമില്ല, കുറേ ഹോളുകൾ ഇട്ട് കൊടുക്കാം.
ഇങ്ങനെ നമ്മളിതിനെ ഇനി 15 ദിവസം ഒരു ഇരുട്ട് മുറിയിൽ വെച്ചേക്കണം. 15 ദിവസം കഴിയുമ്പോൾ ഈ കവറിൽ നിറയെ മഞ്ഞ് മൂടിയതുപോലെ ആയി വരും. അതപ്പോൾ ഞാൻ കാണിച്ചു തരാം. നല്ലവണ്ണം എടുത്ത് നോക്കുമ്പോൾ ഇതൊന്നും കാണാൻ കഴിയില്ല, കംപ്ലീറ്റ് മൂടൽ മഞ്ഞ് പോലെ കിടക്കും. അതിന് ശേഷം ഒരു കത്തിയെടുത്ത് ഒരു 4-5 ഭാഗം ഇങ്ങനെ കീറി കൊടുക്കണം. അപ്പോൾ ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിനെ ഞാൻ കൊണ്ടുവന്ന് ഒരു ഇരുട്ട് മുറിയിൽ വയ്ക്കുകയാണ്.